ഈ 2021 കെ ശൈലജയെ പാർട്ടി താഴ്ത്തിക്കെട്ടി. 2026 താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത്. മട്ടന്നൂരിൽ നിന്ന് പേരാവൂരിലേക്ക് വിട്ടിരിക്കുകയാണ്. സീറ്റ് കൊടുക്കാൻ തന്നെ തീർച്ചപ്പെടുത്തിയതല്ല. ആര് വന്ന് താഴ്ത്തിക്കെട്ടി? അവരുടെ കഴിവ് തിരിച്ചു വന്നിട്ട് ആ കഴിവ് തെളിയിക്കാനും അത് കേരളത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാനും അവർക്കൊരു അവസരം കൊടുത്തതല്ലേ. അതെങ്ങനെയാണ് താഴ്ത്തിക്കെട്ടലാവുക? അല്ല, ആദ്യം സീറ്റ് കൊടുക്കാൻ തീർച്ചപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. സീറ്റിന് വേണ്ടി അവകാശം ഉന്നയിച്ചപ്പോഴാണ് എങ്കിൽ പോയി പേരാവൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരിക. പാർട്ടിക്ക് പൊതുവേ ഒരു സമീപനമുണ്ട്. പൊതുവേ 2 ടൈം കൂടുതൽ കൊടുക്കണ്ട എന്നുള്ളതാണ്. ഇനി 2 ടൈം കൂടുതൽ അങ്ങനെ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കാണ്ടെങ്കിൽ ഇപ്പം കല്യാശ്ശേരി അല്ലെങ്കിൽ ഈ വട്ടന്നൂരൊക്കെ ആരും എന്നാലും ജയിക്കും. അവിടെ ശൈലജ ടീച്ചറൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പൊതുസമൂഹത്തിലല്ലേ ശൈലജ ടീച്ചർ ഇത്രയും വലിയ സംഭവമായിട്ടുള്ളത്. എന്നാൽ അത് ഉപയോഗപ്പെടുത്തിയിട്ട് സണ്ണി ജോസഫിനെ തോൽപ്പിച്ചിട്ട് വരട്ടെ. അപ്പല്ലേ പാർട്ടിക്ക് അതിനോട് ഗുണം കിട്ടുള്ളൂ. അതായത് കല്യാശ്ശേരി പോയി ടീച്ചർ ജയിക്കുന്നതിന് എന്ത് കാര്യമുള്ളത്? അല്ല വട്ടന്നൂർ പോയി ജയിക്കുന്നതിന് എന്ത് കാര്യമുള്ളത്? ടീച്ചറിന് ശരിക്കും ടീച്ചറിൻ്റെ നിങ്ങൾ ഈ പറയുന്ന ഇമ്പോർട്ടൻസ് പാർട്ടി അംഗീകരിക്കല്ലേ ചെയ്തത്. അതുകൊണ്ടല്ല ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ടീച്ചറിനെ അയച്ചത്. ആ ടീച്ചറിലുള്ള കോൺഫിഡൻസ് അല്ലേ കാണിക്കുന്നത്. കപ്പലുണ്ടാക്കുന്ന തുറമുഖത്ത് കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ്. ചില ടീച്ചറിനെ പോലുള്ള സഖാവ് പ്രവർത്തിക്കുന്നത് മട്ടന്നൂർ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CPM ഒരു ശോഭാ സുരേന്ദ്രനാണ് എന്നാണ് നിങ്ങളൊക്കെ പറഞ്ഞത്. എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ആക്സിഡന്റ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതായത് കോവിഡ് സമയത്ത് അവർ വന്നു കഴിഞ്ഞ സമയത്ത് കോവിഡ് വന്നു. ആ സമയത്ത് അവിടെ ഉള്ളത് കൊണ്ട് പത്രങ്ങളെ കാണാനും കേരളം നന്നായി ഈ കോവിഡ് ഭേദപ്പെട്ട രീതി മാനേജ് ചെയ്തപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് കിട്ടി. അതിപ്പോൾ അവരുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിൽ പോലും അതിപ്പോൾ കാനത്തിൽ ജമീലാണെങ്കിലും അവർ ഇതേ രീതിയിൽ തന്നെ ആക്ട് ചെയ്യുള്ളായിരുന്നു. കാരണം എന്ന് വെച്ചാൽ CPM ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് അത് ചെയ്യുന്നത്, അല്ലാതെ അവരല്ല. കേരളം CPM ഇതുവരെ കേരളം കണ്ട ഏറ്റവും CPM നിന്ന് വന്നിട്ടുള്ള മന്ത്രിമാരല്ലേ ആരോഗ്യവകുപ്പ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്ത് ശ്രീമതി ടീച്ചറല്ലേ. അവരല്ലാത്ത ഒരാൾ മാറ്റങ്ങൾ കൊണ്ടുവന്നവരല്ലേ. അപ്പോൾ ശൈലജ ടീച്ചർ ഒരു ആക്സിഡന്റ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. പിണറായിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് VS പോയ സമയത്ത് വേറെ ഒരാളെ നിങ്ങൾക്ക് പിണറായിക്കെതിരെ കൊണ്ടുവരണം. അതിനുവേണ്ടി നിങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. പാർട്ടി നിങ്ങൾ നൽകുന്ന പ്രൊമോഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താം? സണ്ണി ജോസഫിനോട് ജയിക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. സണ്ണി ജോസഫ് തോറ്റു കഴിഞ്ഞാൽ അത് കേരളത്തിൽ UDF കിട്ടുന്ന വലിയ അടിയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ ഈ കഴിവ് നിങ്ങൾ ഈ പറയുന്ന കഴിവൊക്കെ ടീച്ചറിനുണ്ടെങ്കിൽ ടീച്ചർ അവിടെ പോയി ജയിച്ചു വരട്ടെ. എപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നിങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ? അല്ല, ഈ പേരാവൂർ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. അവിടെ അപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്നാണല്ലോ ഇത്രയും ഒരു പോപ്പുലർ ഫിഗർ വോട്ട് പിടിക്കേണ്ടത്. CPM വോട്ട് എന്തിനായാലും കിട്ടും. അതിപ്പം വിജിൻ നിന്ന് കഴിഞ്ഞാലും കിട്ടും, സുമേഷ് നിന്ന് ആരും നിന്നാലും അവരെ വോട്ട് കിട്ടും. കല്യാശ്ശേരിയിലൊക്കെ ജയിക്കും, അല്ല മട്ടന്നൂർ ജയിക്കും. കോൺഗ്രസ്സുകാരെയും BJPക്കാരെയും ലീഗുകാരെയും വോട്ട് പിടിക്കേണ്ടത് ഈ പറയുന്ന മറ്റു മണ്ഡലങ്ങളിലാണ്. ആ മണ്ഡലങ്ങളിൽ അപ്പം പൊതുസമൂഹത്തിന് സ്വീകാര്യത ഉണ്ടെങ്കിൽ അത്രേ വോട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പൊതുസമൂഹത്തിന് സ്വീകാര്യതയുള്ള ഒരാളാണ് അവരെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും ഗുണകരമാണ്, അവർക്കും ഗുണകരമാണ്. കാരണം നമ്മളൊക്കെ പറയുന്ന പോലെ ഇവിടെ സ്വീകാര്യത ഒരു ഫ്ലൂക്കല്ല എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സീറ്റ് അഡീഷണൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതോടുകൂടി അടുത്ത മുഖ്യമന്ത്രി ആയിട്ട് അവരെ നമുക്ക് പരിഗണിക്കാമല്ലോ. നല്ല ചാൻസ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ ഈ ഒതുക്കാൻ പോകുന്നെന്ന് പറഞ്ഞത് ഈ കോൺഗ്രസ് കോട്ടയിൽ പോയി മത്സരിച്ച് അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തീർന്നു. കെ ശൈലജയെ ഒതുക്കിയിരുത്തുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ബലൂണായിരുന്നു. അവർക്ക് അത്രയുള്ള സ്വാധീനമൊന്നും ഇല്ല. അത് തെളിയിക്കപ്പെടുകയല്ലേ. അത് അവർക്കും പൊതുസമൂഹത്തിനും പാർട്ടിക്കും പൊതുസമൂഹത്തിനും നല്ലതല്ലേ. നിങ്ങൾ തെറ്റായ ചിന്താഗതിക്ക് പിന്നാലല്ലോ പൊതുസമൂഹം പോകേണ്ടത്. പത്രക്കാർ അജണ്ട സെറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് പോകേണ്ടവരല്ലല്ലോ പാർട്ടിയും പൊതുസമൂഹവും. അവർക്ക് അങ്ങനെ കഴിവില്ലെങ്കിൽ അതോടുകൂടി അവർ തീരണം. ഒന്നാമത് അതൊരു കുടിയേറ്റ മേഖലയല്ലേ. സണ്ണി ജോസഫിന് അവിടെ വലിയ ആഴത്തിലുള്ള ബന്ധമുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെയുള്ള കുടിയേറ്റ മേഖലകളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഉള്ളത്. അതുകൊണ്ടാണല്ലോ അവർ കുടിയേറുന്നത്. അപ്പോൾ ഈ കുടിയേറ്റക്കാരുടെ ഇടയിലാണല്ലോ അവർക്ക് സ്വീകാര്യത വരേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന പൊതുസമ്മതി അവർക്കുണ്ടെങ്കിൽ അവിടെ അല്ലേ ജയിക്കേണ്ടത്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു UDF തരംഗമുണ്ട് എന്ന് കണക്ക് കൂട്ടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ സണ്ണി ജോസഫിന്റെ കോട്ടയിൽ പോയി. ഈ UDF സാഹചര്യം ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന വലിയ തരംഗമുണ്ടായ സമയത്താണ് PP തങ്കച്ചൻ പെരുമ്പാവൂർ പരാജയപ്പെടുന്നത്. അപ്പോൾ അത് ഏൽപ്പിക്കുന്ന ആരാണ്? നമ്മുടെ പേര് ഞാൻ നോക്കി, അങ്ങനെ പഴയ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടി പിടിച്ചു.
അത് പ്ലസ് CPM വോട്ടും കൂടി വന്നപ്പോഴാണ് അവിടെ PV തങ്കച്ചൻ പരാജയപ്പെടുന്നത്. അതേപോലെ നിങ്ങൾ ഈ പറയുന്ന സ്വീകാര്യത ടീച്ചർക്ക് ഉണ്ടെങ്കിൽ ടീച്ചറിന് കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്നും ഒക്കെ വോട്ട് കിട്ടില്ലേ? BJPക്കാരുടെ വീട്ടിൽ നിന്ന് വോട്ട് കിട്ടില്ലേ? കേരള കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്ന് വോട്ട് കിട്ടില്ലേ? ലീഗുകാരുടെ വീട്ടിൽ നിന്ന് കിട്ടില്ല. അപ്പം ആ സീറ്റ് അവർക്ക് ജയിക്കാൻ പറ്റും. അതോടുകൂടി അവർ ശരിക്കും കേരളത്തിലെ ദുർഗയായി മാറും. പിന്നെ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളവരുടെ പോക്കിന് ആർക്കും തടയാൻ പറ്റില്ല. നിങ്ങൾ ഈ പറയുന്നതിലൊക്കെ ലോജിക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു അസുലഭ സന്ദർഭം ആയിരിക്കും ഒടുക്കല്ലേ പാർട്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഒരു ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവരെ വടകര കൊണ്ടുവച്ച് നിർത്തിയത്. അവിടെ അവർ തോറ്റതാണ്. അവിടെ നമ്മൾ കണ്ടിട്ടില്ല. തെക്കുന്ന് പോയിട്ടുള്ള ഈ പിന്നെ ഷാഫി വൻ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. അപ്പോൾ ഇവര് ഇമേജ് അവിടെ പോയി. എന്നിട്ട് അവർക്ക് ഒരു ചാൻസും കൂടി കൊടുക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ജനസമ്മതി തെളിയിക്കും, പാർട്ടി ഈസ് വിത്ത് യു. അത് വലിയ കാര്യമല്ലേ? എത്ര ആൾക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. ഷീ ഷുഡ് ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് ടു പ്രൂവ് ഹെയർ മാൻഡിൽ. അപ്പം അതുകൊണ്ട് ഇത് പൊതുവേ നല്ല കാര്യമാണ്. അല്ല, ഈ പിന്നെ KPCC അധ്യക്ഷൻ കൂടിയാണ് സണ്ണി ജോസഫ്. അപ്പോൾ ഈ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് CPMൻ്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് തോന്നുന്നു. അതുപോലെ പറവൂര് PD സതീശനെ നോട്ടം ഇട്ടിട്ടുള്ളത്. എന്നിട്ട് CPയുടെ കയ്യിൽ നിന്ന് ഈ സീറ്റും CPM വാങ്ങാനുള്ള ശ്രമവും നടത്തുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തട്ടിയിടുക എന്ന് തന്നെയാണല്ലേ? പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തട്ടിയിടുക എന്ന് വെച്ചാൽ കോൺഗ്രസിന് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ശക്തമായ മത്സരം വരുമ്പോൾ അവരെ ആ മണ്ഡലത്തിൽ തളച്ചിടാൻ പറ്റും. ആ തളച്ചിടാൻ പറ്റുമ്പോൾ അത് LDFന് ഗുണകരമാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. പ്രധാന ഈ പരിപാടി ആദ്യം തുടങ്ങി വെച്ചാൽ കോൺഗ്രസ്സുകാർ തന്നെയാണ്. 2006 നിയമസഭാ ഇലക്ഷനിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ കൊണ്ടുവന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ചെയ്താൽ കോടിയേരി അവിടെ കിടന്നുപോയി. അവിടെ കിടന്നുള്ള എല്ലാ വീടും കയറി കോടിയേരി. മത്സരം വളരെ സ്ട്രോങ് ആയിരുന്നു. മാത്രമല്ല ആ മത്സരത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ പിന്നെയുള്ള ലോക്സഭാ ഇലക്ഷനിൽ കാസർഗോഡ് മത്സരിച്ച് അദ്ദേഹത്തിന് ഗുണം കിട്ടി. അദ്ദേഹത്തിൻ്റെ മലബാറിലെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ മനസ്സിലായി, ബന്ധങ്ങളായി, ഫൈറ്റർ എന്നുള്ള ഇമേജായി. മനസ്സിലായി? അതുപോലെ ശൈല ടീച്ചറിന് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കോൺഗ്രസിന്റെ വമ്പൻ കോട്ടയിൽ കയറി മലർത്തി അടിച്ചു. കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ തന്നെ കോൺഗ്രസ് തരംഗത്തിനിടയ്ക്ക് മലർത്തി അടിച്ചു. അവരെ പിന്നെ അടുത്ത കേരള മുഖ്യമന്ത്രി ആരാന്നുള്ള ചോദ്യമില്ലല്ലോ. ശൈലജ തന്നെ എന്നല്ല. 2026 26 പിണറായി മത്സരിക്കുന്നത് അദ്ദേഹം തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന് ശേഷം അടുത്ത മുഖ്യമന്ത്രി പിന്നെ ചോദ്യമില്ല. ചോദ്യമേ ഇല്ല. അല്ല, അപ്പോഴത്തേക്ക് പിന്നെ പ്രായപരിധിയുടെ പ്രശ്നം വരാമല്ലോ. പ്രായപരിധി അങ്ങനെയുള്ള നേതാക്കന്മാർക്കൊക്കെ അത് ഇപ്പം പിണറായിക്ക് ഒഴിവായി കൊടുത്തിട്ടില്ലേ? ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് ഇത് പാർട്ടി എടുത്ത് നല്ല തീരുമാനമായിട്ടാണ് കാണേണ്ടത്. എല്ലാത്തിലും ഇങ്ങനെ കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് പ്രശ്നം. അല്ല, KK ശൈലജയ്ക്ക് ഒരു അതൃപ്തിയായിട്ട് നിൽക്കുന്നില്ലേ ഈ പേരാവൂരിലേക്ക്? അവർക്ക് അസംതൃപ്തി ഉണ്ടാവില്ലേ എന്നുള്ളതല്ല, അതൊക്കെ അവരുടെ കാര്യം. അവർ ഈ ഭൂഷക മാധ്യമങ്ങൾ പറയുന്ന അവർ വിശ്വസിച്ചിരിക്കുന്നുണ്ട്, അവർക്ക് അസംതൃപ്തി ഉണ്ടാവും. ഈ ഭൂഷക മാധ്യമങ്ങൾ പറയുന്ന അവർ വിശ്വസിക്കുന്നില്ല, അസംതൃപ്തിയുടെ ഒന്നും കാര്യമൊന്നുമില്ല. എല്ലാ സഖാക്കളും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പിണറായി വിജയൻ്റെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ന് ഈ പാർട്ടിയെ ഈ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മഹാത്മാഗാന്ധി എങ്ങനെയായിരുന്നുവോ അതേപോലെയാണ് CPMന് പിണറായി വിജയൻ. പിണറായി വിജയൻ ഇല്ലാതെ CPMനെ പറ്റി ഇപ്പോൾ നിങ്ങൾ ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ CPM ഉണ്ടാവുക ഇപ്പോൾ ഉണ്ടാവുകയായിരുന്നെങ്കിൽ ആ CPM പല കഷ്ണമായി പോവുകയായിരുന്നു. പിണറായി വിജയൻ ഈസ് ദ കീ പോയിന്റ് ഇൻ ദ പാർട്ടി റൈറ്റ് നൗ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.